ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും നിഗൂഢവും പ്രവചിക്കാനാവാത്തതുമായ രാഷ്ട്രം എന്ന വിശേഷണം എന്നും ഉത്തര കൊറിയയ്ക്കാണ്. ദശകങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര ഒറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ അവർ കണ്ടെത്തിയ ഏകമാർഗം വർദ്ധിച്ചു വരുന്ന ആണവശേഷിയാണ്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോഴും പഴയ ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം പ്രതിരോധ കവചം തീർക്കുന്ന ഒരു രാജ്യം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് യോങ്ബിയോൺ ആണവ കേന്ദ്രത്തിലെ അസാധാരണ പ്രവർത്തനങ്ങളെ തുടർന്നാണ്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളുടെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് യോങ്ബിയോൺ ന്യൂക്ലിയർ സയന്റിഫിക് റിസർച്ച് സെന്റർ. 1980കളിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഈ കേന്ദ്രം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ആണവ നിലയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. പ്ലൂട്ടോണിയം ഉൽപാദനം, യുറേനിയം സമ്പുഷ്ടീകരണം, മിസൈൽ പരീക്ഷണങ്ങൾക്കായുള്ള ഗവേഷണങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ നടക്കുന്ന ഒരു വലിയ സമുച്ചയമാണിത്. അടുത്തിടെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. യോങ്ബിയോണിലെ റീപ്രോസസിംഗ് യൂണിറ്റിലും ലൈറ്റ് വാട്ടർ റിയാക്ടറിലും പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിക്കുന്നു. 2009 IAEA നിരീക്ഷകരെ പുറത്താക്കിയതിനു ശേഷം ഉത്തര കൊറിയയുടെ ആണവ രഹസ്യങ്ങൾ ലോകത്തിന് അന്യായമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് ഉത്തര കൊറിയ തങ്ങളുടെ ആയുധശേഖരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നാണ്. എന്തുകൊണ്ട് ലോകത്തെ മുഴുവൻ ശത്രുക്കളാക്കി ഉത്തര കൊറിയ ഇത്രത്തോളം ആണവായുധങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? ഇതിന് ചരിത്രപരമായി ചില കാരണങ്ങളുണ്ട്. ലിബിയയുടെയും ഇറാഖിന്റെയും തകർച്ച ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠമായിരുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ആർജിക്കാതിരുന്നാൽ ബാഹ്യശക്തികൾ തങ്ങളെ തകർക്കുമെന്ന ബോധ്യം കിം ജോങ് ഉൻ എന്ന ഭരണാധികാരിക്കുണ്ട്. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് തങ്ങളെ വളയാൻ ശ്രമിക്കുന്നുവെന്ന് ഉത്തര കൊറിയ വിശ്വസിക്കുന്നു. തങ്ങളുടെ സ്വയം ഭരണാധികാരത്തിനും ഭരണകൂടത്തിന്റെ സുരക്ഷിതത്വത്തിനും ഏകമാർഗം തങ്ങൾക്കെതിരെ തിരിയുന്ന ഏതൊരു വൻ ശക്തിയെയും ഭയപ്പെടുത്താൻ ശേഷിയുള്ള ആണവായുധങ്ങൾ കൈവശം വയ്ക്കുക എന്നതാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ ആണവ പ്രതിരോധത്തെ വിശുദ്ധമായ ആയുധമെന്നാണ് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം ഉത്തര കൊറിയയ്ക്ക് അനുകൂലമായി മാറുന്നു എന്നത് ഏറ്റവും വലിയ ആശങ്കയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതോടെ പഴയ ശത്രുതകൾ മറന്ന് റഷ്യയും ഉത്തര കൊറിയയും കൂടുതൽ അടുത്തു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയ വലിയ തോതിൽ വെടിക്കോപ്പുകളും സൈനിക സഹായവും നൽകിയതായും പറയപ്പെടുന്നു. ഇതിന് പകരമായ റഷ്യയിൽ നിന്നും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള സഹായവും ഉത്തര കൊറിയ തേടുന്നുണ്ട്. യോങ്ബിയോണിലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സ്പർശമുണ്ടോ എന്ന സംശയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട്. ആണവ സാങ്കേതിക വിദ്യയിൽ റഷ്യയെ പോലൊരു വൻശക്തിയുടെ സഹായം ലഭിച്ചാൽ ഉത്തര കൊറിയയുടെ പ്രഹരശേഷി ലോകത്തിന് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഇത് മേഖലയിൽ ആയുധ മത്സരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് അയൽ രാജ്യങ്ങളായ ദക്ഷിണ കൊറിയയും ജപ്പാനെയുമാണ്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിനെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള പീരങ്കികളും മിസൈലുകളും ഉത്തര കൊറിയ സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ദക്ഷിണ കൊറിയയും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഉത്തര കൊറിയയുടെ ആണവ ഭീഷണികൾ നേരിടാൻ തങ്ങൾക്ക് സ്വന്തമായ ആണവായുധങ്ങൾ വേണമെന്ന ആവശ്യം ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏഷ്യൻ മേഖലയിൽ ഒരു വലിയ ആണവ യുദ്ധത്തിനുള്ള വിത്ത് പാകുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. 2006 ഉത്തര കൊറിയ തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ, ഇന്ധന ഇറക്കുമതി നിയന്ത്രണം, കയറ്റുമതി നിരോധനം എന്നിങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ട സകല വഴികളും ഉപയോഗിച്ചു. എന്നാൽ ഈ ഉപരോധങ്ങൾ ഉത്തര കൊറിയയുടെ ആണവ മോഹങ്ങളെ അല്പം പോലും ബാധിച്ചില്ല എന്നതാണ് വാസ്തവം. ചൈനയുമായുള്ള രഹസ്യ ഇടപാടുകളും റഷ്യയുടെ പരോക്ഷ പിന്തുണയും ഉത്തര കൊറിയയെ സാമ്പത്തികമായി നിലനിൽക്കാൻ സഹായിച്ചു. സ്വന്തം ജനത പട്ടിണിയിലാകുമ്പോഴും സൈന്യത്തിന് മുൻഗണന നൽകുന്ന ഉത്തര കൊറിയൻ നയം ആയുധ വികസനത്തിന് ആക്കം കൂട്ടി. ഉപരോധങ്ങൾ പരാജയപ്പെട്ടപ്പോഴും സമാധാനപരമായ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കിം ജോങ് ഉൻ തയ്യാറല്ല. യോങ്ബിയോണിലെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തര കൊറിയ കേവലം ആയുധങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, മറിച്ച് മാരകശേഷിയുള്ള ഹൈഡ്രജൻ ബോംബുകൾ നിർമ്മിക്കാനുള്ള ഗവേഷണത്തിലാണെന്നാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള അവരുടെ ശേഷി വർദ്ധിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ ഉത്തര കൊറിയയുടെ വിലപേശൽ ശേഷി കൂടും. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏത് ഭാഗത്തും എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ ഇപ്പോൾ തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ ആണവ മുനകൾ ഘടിപ്പിക്കാൻ കൂടി അവർക്ക് സാധിച്ചാൽ അത് ലോകം സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും. ഉത്തര കൊറിയയുടെ ആണവ പ്രശ്നം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, അത് ലോകത്തിന്റെ സമാധാനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. യോങ്ബിയോണിലെ പുകക്കുഴലുകളിൽ നിന്നും ഉയരുന്നത് വെറും ഒരു നീരാവിയല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പലവട്ടം പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയൊരു സുരക്ഷാക്രമം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഉത്തര കൊറിയയുടെ ആണവ നിലപാടുകൾ മാറ്റാൻ ലോകം ഇനിയും കാത്തിരിക്കണമോ അതോ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമോ എന്നത് ലോക നേതാക്കളുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഉത്തര കൊറിയയെ അവഗണിക്കാൻ ലോകത്തിന് ഇനി സാധിക്കില്ല. അവരുടെ ഓരോ നീക്കവും ലോകക്രമത്തെ പുനർനിർവചിക്കാൻ പോന്നവയാണ്. നയതന്ത്രം പരാജയപ്പെടുന്നിടത്ത്
രാജ്യത്ത് യുദ്ധഭീതി വളരുന്നത് ജനാധിപത്യ ലോകത്തിന് ഒട്ടും ശുഭകരമായ വാർത്തയല്ല.